ഗീതാമൃതം. അന്നേരം ഇവിടെ ഭഗവാൻ പറയുന്നു, ആസക്തിയില്ലാതെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും പരമോന്നത പ്രാപ്തിയിലേക്ക് എത്താൻ കഴിയും. ഭഗവാൻ പറഞ്ഞ് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം അർജുൻ ഒരു പ്രതീക്ഷ, അന്നേരം ഞാനും ആത്മസാക്ഷാത്കരിക്കുക. അന്നേരം അർജുൻ ഭഗവാൻ അടുത്ത് എന്താ പറയുന്നത്, ജനകനെ പോലുള്ള മഹാരാജാവ് അർജുന, അവർ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളാണ്. പക്ഷെ അവർ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. അവർക്ക് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അന്നേരം ഭഗവാൻ പറയുന്നു, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി. പാർത്ഥ, ത്രിലോകങ്ങളിലും എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ആർക്കും ഭഗവാനെ നിർബന്ധിപ്പിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും കാര്യം ചെയ്യാൻ. പക്ഷെ എന്നിട്ട് ഭഗവാൻ പോലും പരിപാലനം എന്നുള്ളൊരു കർത്തവ്യം ഏറ്റെടുത്തിരിക്കുക. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് മാതൃക കാട്ടാൻ വേണ്ടി. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നു, ഞാനും ഇതൊന്നും ചെയ്തില്ല എങ്കിൽ ഭഗവാൻ മുക്തനാണ്, ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഭഗവാൻ അതൊക്കെ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അതാ ഭഗവാൻ ചുമ്മാ ഇരിക്കുമല്ലേ, പിന്നെ ഞാനെന്തിനാ ചെയ്യുന്നു? അത് ഭഗവാനാണെന്ന് ചിന്തിക്കത്തില്ല. മനസ്സിലായില്ലേ? ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഞാനെന്താ എന്തിനാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്താവും? എല്ലാവരും മടിയന്മാരാവും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? ഞാനും എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്തിന്? മറ്റുള്ളവർക്ക് പ്രചോദനമാവും. അതുകൊണ്ട് നീയും ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാതിരിക്കരുത്. മര്യാദയ്ക്ക് യുദ്ധം ചെയ്യടാ എന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരും ഒന്നും ചെയ്യാതിരിക്കും. വെറുതെ എന്തിനാ ഒരു അലസന്മാരുടെ ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നത്? എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുക, ആസക്തി ഇല്ലാതെ കർത്തവ്യങ്ങൾ ചെയ്യുക. അറിവില്ലാത്ത വ്യക്തി ആസക്തി ഓടിക്കൂടി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ ആത്മസാക്ഷാത്കാരത്തിന്റെ വഴി സഞ്ചരിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുക, പക്ഷേ ആസക്തിയില്ലാതെ. പുറം ലോകത്ത് എല്ലാവരും എങ്ങനെയാണോ ആക്റ്റീവായിട്ട് മായൽ മുങ്ങി ജീവിക്കുന്നത് അതേപോലെ നമ്മൾ പ്രവർത്തിക്കുക, പക്ഷേ നമ്മൾ മായൽ മുങ്ങിപ്പോകരുത്. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക. കിടിലല്ലേ സ്റ്റേറ്റ്മെന്റ്? അന്നേരം വിദ്വാനായിട്ടുള്ള വ്യക്തി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇതൊക്കെ മായാണ്, ഇതൊക്കെ ഭൗതികമാണ് എന്ന് പറയാതെ ക്രമേണ അവർ ഭൗതികതയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒറ്റയടിക്ക് നിർത്താതെ എന്ത് ചെയ്യണം? ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. ഇപ്പൊ അർജുൻ എന്താ പറയുക? ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ആസക്തി ഇല്ലാതിരിക്കാൻ പറയില്ല, ഞാൻ ഇനി യുദ്ധം ചെയ്യാതിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അർജുൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആസക്തിയോ ഭൗതികതയല്ല. എൻ്റെ ഭീഷ്മരെ എൻ്റെ വിദ്വാനെ എന്തിനു കൊല്ലണം? അത് കൊല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അത് നോക്കി കിടക്കുന്ന ആള്. പക്ഷെ ഭഗവാൻ വിടുവോ? എങ്ങനെ അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കണമെന്ന് ഭഗവാൻ അറിയാം. അതായത് അർജുൻ പല പല കാരണങ്ങളാൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നോക്കുകയാണ്. അർജുന് കാരണം ഭീഷ്മരോടും ദ്രോണരോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. ആ ഫീലിങ്സ് ഭഗവാനോടാകുമ്പോൾ നമ്മൾ വേറൊരു ലെവലാണ്. ഇപ്പൊ അർജുൻ ഭഗവാനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഭഗവാൻ എൻ്റെ തേരാളിയായിട്ട് നിൽക്കുന്നു, ഭഗവാൻ ഈ യുദ്ധമായിട്ട് ഒരു ബന്ധമില്ല. മനസ്സിലായില്ലേ? അതാണ് അർജുൻ്റെ തിങ്കിങ്. ഇവിടെ വിരാട് രൂപമൊക്കെ കണ്ടിട്ട് ഭഗവാനാണ് ഇവരെല്ലാം കൊല്ലും, അങ്ങേക്ക് വേണ്ടി ഞാൻ എഴുതണമെങ്കിൽ കൊല്ലും, ഭീഷ്മരല്ല ദ്രോണരല്ല ആരെയും കൊല്ലും, ഏതവനായാലും എൻ്റെ അച്ഛനാണെങ്കിൽ പോലും അവരെയും കൊല്ലും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഭക്തരങ്ങനെയാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അന്നേരം ഇപ്പോൾ അർജുൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ പോവും. എവിടം വരെ? ഒരു 9ാമത്തെ അധ്യായം വരെ. അത് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് അല്ലേ? കാരണം ഇങ്ങനെ ആസക്തി ഇല്ലാതെ ചെയ്യുമ്പോൾ ജ്ഞാനം വരും, അതീന്ദ്രിയ ജ്ഞാനം ഉപയോഗിച്ച് ധ്യാനിക്കുമ്പോൾ ഭഗവാനെ അറിയും, പരമാത്മാവിനെ കാണും. അന്നേരം പരമാത്മാവിനെ കുറിച്ച് കേട്ടുമ്പോൾ അർജുനെ ത്രില്ലടിച്ചു. അന്നേരത്തേക്ക് അർജുൻ കൊള്ളാലോ പരമാത്മാവ്,
അന്നേരം ഭഗവാൻ പറയും, എടേ ഞാനാണ് പരമാത്മ. 9-ാമത്തെ അധ്യായത്തിൽ അയ്യോ അങ്ങനെയാണോ പരമാത്മ, എനിക്കിനിയും കേൾക്കണം, ഭഗവാനെ പറയൂ പറയൂ, അങ്ങയുടെ ശക്തികളെ കുറിച്ചൊക്കെ പറയൂ. അന്നേരം ഭഗവാൻ പറയും, ഞാൻ ഇതാണ് അതാണ് ഇതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയും. അന്നേരത്തേക്ക് അർജുൻ വീണ്ടും ത്രില്ല്, കൊള്ളാലോ ഭഗവാനെ, എടേ ഇതെൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്, നീ ഇത്രയും ത്രില്ലടിക്കാതെ. അത് പറഞ്ഞു എനിക്കിതൊക്കെ ഒന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വിരാട് രൂപം കാണിക്കും, മൾട്ടി ഡയമെൻഷണൽ ഡിസ്പ്ലേ കാണിച്ചിട്ട് ഇത് കാണുമ്പോൾ എന്തോ എൻ്റെ ഭഗവാൻ അടിപൊളിയാ, കിടില, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചങ്ക് കിടിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ത്രില്ലടിച്ച്, എടാ ഇതൊന്നുമല്ല, ഇതെൻ്റെ വെറും ഒരു അംശമാണ്, ഞാൻ ഇതിന്നും അപ്പുറത്താണ്. അന്നേരം അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് എനിക്കറിയാൻ കഴിയുന്നത്. അന്നേരത്തേക്ക് 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ കൃഷ്ണൻ ഹൂ കൃഷ്ണ ഈസ് എന്ന് പറയും.